നാട്ടികയിൽ സീറ്റ് നിഷേധിച്ചതോടെ ഇടഞ്ഞ സി മുകുന്ദനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് സിപിഐ. തൃശൂരിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കൾ മുകുന്ദനോട് സംസാരിക്കും. കെ വത്സരാജ്, കെ രാജൻ, കെ രാജേന്ദ്രൻ, VS സുനിൽകുമാർ എന്നിവരെയാണ് പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. നാട്ടികയിൽ നിന്നും ഗീതാ ഗോപിയെ മാറ്റുന്ന കാര്യം ആലോചനയിലില്ല എന്ന് നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. മുകുന്ദനെ കൂടെ കൂട്ടാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും BJPയും. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കം നേതാക്കൾ മുകുന്ദനുമായി സംസാരിച്ചു കഴിഞ്ഞു. അതല്ല, MLA നേരിട്ട് പറയുകയാണ് പേയ്മെന്റ് സീറ്റ് വാങ്ങി CPI ആ സീറ്റ് വിറ്റു എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഗൗരവതരമാണ്. അത് ശരിയാണെങ്കിൽ ഗൗരവതരമാണ്. നോക്കട്ടെ, അതെന്താണെന്ന് പരിശോധിക്കട്ടെ. വിസ്മയമാവോ? നിങ്ങൾ ഇതിന്റെ പിന്നാലായിരുന്നല്ലോ എന്താ കാര്യം? മുകുന്ദനുമായിട്ടുള്ള ഒരു സംസാരത്തിലേക്ക് കോൺഗ്രസ് കാണുന്നുണ്ടോ? താങ്കൾ സംസാരിച്ചു എന്നുള്ളതാണ്. ആര് പറഞ്ഞു? നിങ്ങളിങ്ങനെ ഓരോ റൂമേഴ്സ് പറയുന്നതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ? നാട്ടികയിലെ സ്ഥാനാർത്ഥി ഗീതാ ഗോപിക്കും പാർട്ടിക്കുമെതിരെ പേയ്മെന്റ് സീറ്റ് അടക്കം ഗുരുതര ആരോപണങ്ങളാണ് മുകുന്ദൻ ഉന്നയിക്കുന്നത്. ആരോപണങ്ങൾക്ക് പാർട്ടി മറുപടി നൽകുമെന്നാണ് ഗീതാ ഗോപിയുടെ പ്രതികരണം. ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കണമല്ലോ, എന്താണ് അങ്ങനെ നിലപാട്. ഇപ്പം ഈ സ്ഥാനാർത്ഥി തന്നെ നമ്മളതിൽ പരിശോധിക്കുമ്പോൾ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അവരെ വെച്ച് ഒരുപാട് മോശപ്പേര് കേട്ടതിന്റെ ശേഷമാണ് അവരെ പാർട്ടി തന്നെ വീണ്ടും കൊണ്ടുവന്നത്. അവര് എന്നേക്കാൾ കൂടുതൽ സാമ്പത്തികം മേടിച്ചു കൊടുക്കാൻ പറ്റുന്നത് ചെയ്യുന്നുള്ളൂ. എനിക്ക് 10 രൂപ പാർട്ടിക്ക് മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അവർ എൻ്റെ ഒരു കുറവായിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ട് സാമ്പത്തിക ശേഷിയായിട്ട് ചിലപ്പോൾ സ്റ്റേറ്റിൽ വരെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഫണ്ട് മേടിച്ചു കൊടുക്കാൻ കഴിവുള്ള ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാമ്പത്തിക പദ്ധതിയുള്ളവരെ കൊണ്ടുവരിക, രക്ഷപ്പെടുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഇപ്പം തോന്നിയെങ്കിൽ വന്നപ്പോൾ തോന്നിയതാണ്. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങളും നിങ്ങളോട് ചോദിക്കാൻ വ്യത്യസ്തമായ പാർട്ടിയോട് ചോദിക്കാനുണ്ട്. അപ്പോൾ അതായിട്ട് മുന്നിട്ട് തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകുമോ? ഉണ്ടാകുമെന്ന് എൻ്റെ മനസ്സിലുള്ളത്. അതിൽ ആ തർക്കമില്ല. തന്നിലുണ്ടോ? സ്ഥാനാർത്ഥിയിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഏൽപ്പിച്ച ചുമതല നിർവഹിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം. ബാക്കിയുള്ള പരാമർശങ്ങളൊന്നും എന്നെ ബാധിക്കുന്നതല്ല. 2 തവണ എന്നെ നെഞ്ചിലേറ്റിയതാണ് നാട്ടിയുടെ ജനം. ആ ജനങ്ങൾക്കറിയാം 10 വർഷം എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾ അവരോർത്തുകൊണ്ട് എന്നെ വീണ്ടും സ്വീകരിക്കുമെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. അതിനെൻ്റെ പാർട്ടി കൂടെ ഉണ്ട്. നാളെ പാർട്ടി DC ഉണ്ട്. DCക്ക് ശേഷം നമുക്ക് അവിടെ വെച്ചിട്ടാണ്. റഹീസ് റഷീദും ജേസൺ ചാമോളപ്പിനുമാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം റഹീസിലേക്കാണ്. റഹീസ്, ഇപ്പോൾ എന്ത് അനുനയ നീക്കമാണ് ഇപ്പോൾ മുകുന്ദനുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? സ്ഥാനാർത്ഥിയെ മാറ്റില്ല, നാട്ടികയിൽ നിന്നും ഗീതയെ മാറ്റില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട് പാർട്ടി സെക്രട്ടറി. അപ്പോൾ എന്ത് തരം അനുനയത്തിലാണ് സാധ്യത? സ്മൃതി, CC മുകുന്ദനെ ഒപ്പം നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും CPI നടത്തുന്നു. പക്ഷേ CC മുകുന്ദൻ ആവശ്യപ്പെട്ടതുപോലെ നാട്ടികയിൽ തീരുമാനിച്ച ഗീതാ ഗോപിയെ അവിടെ നിന്ന് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റിയുള്ള ഒരു അനുരഞ്ജന നീക്കത്തിന് CPI ഇല്ലതാനും. സംസ്ഥാന നേതൃത്വം 4 പേരെ CC മുകുന്ദനുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂരിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കളായ KK വത്സരാജ്, K രാജൻ, KP രാജേന്ദ്രൻ, VS സുനിൽകുമാർ, ഈ 4 പേരോട് CC മുകുന്ദനുമായി സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനാണ് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇവർ ഇതിനകം തന്നെ CC മുകുന്ദനുമായി സംസാരിച്ചു കഴിഞ്ഞു. ആ സംസാരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് CC മുകുന്ദൻ പാർട്ടിക്കൊപ്പം നിൽക്കും, എതിർപ്പാളയത്തിലേക്ക് പോകില്ല എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിൽ നേതാക്കളോട് നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ അല്ലാതെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഇപ്പോൾ ഒരു ആ സീറ്റില്ല എന്ന കാര്യം അറിഞ്ഞത് സമയത്തുള്ള ഒരു ക്വിക്ക് റെസ്പോൺസ് ആയി മാത്രം CC മുകുന്ദന്റെ പ്രതികരണം കണ്ടാൽ മതി. വർഷങ്ങൾക്ക് മുമ്പ് CPIയിലേക്ക് വന്ന അടിമുടി CPI ഒരു നേതാവാണ് അദ്ദേഹം. ഒരിക്കലും പാർട്ടി വിട്ട് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പാർട്ടിയും മുകുന്ദനും തമ്മിൽ നേരത്തെ തന്നെ അസ്വാരസ്യങ്ങൾ തുടങ്ങി എന്നുള്ളതാണ്. ജേസണിലേക്ക് പോകുന്നു. ജേസൺ, ഇപ്പോൾ പാർട്ടിക്ക് പണം പിരിച്ചു നൽകാൻ തനിക്കാവില്ല, ഗീതാ ഗോപിക്ക് സീറ്റ് നൽകുന്നത് സാമ്പത്തിക സ്വാധീനം മൂലമാണ് എന്നതാണ് മുകുന്ദൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. പേയ്മെന്റ് സീറ്റ് എന്നുള്ളത് നേരത്തെയും CPI പിടികൂടിയ വലിയ ആരോപണമാണ്. അതിൽ വലിയ തിരിച്ചടി നേരിടുകയും നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പേയ്മെന്റ് സീറ്റ് എന്ന രൂപത്തിൽ ഗീതാ ഗോപിയുടെ കാര്യത്തിൽ പറയാനാകുമോ? 2 തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വ്യക്തി കൂടിയാണ്. അവിടെ സാമ്പത്തിക സ്വാധീനം മൂലം വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ മുകുന്ദൻ ഉന്നയിക്കുമ്പോൾ മുകുന്ദൻ ഇനി അനുനയപ്പെടാനുള്ള സാധ്യത എത്രത്തോളമാണ് ജേസൺ? സ്മൃതി, മുകുന്ദനും അതുപോലെ തന്നെ CPIയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ട് കുറെ കാലമായി. അതിന്റെ അനിവാര്യമായ ഒരു അവസാനം എന്ന് വേണം ഇതിനെ കരുതാൻ. സ്വാഭാവികമായി സംഭവിക്കേണ്ടത് ഇപ്പോൾ സംഭവിച്ചു എന്ന് വിലയിരുത്തുന്നതായിരിക്കും കുറച്ചും കൂടിയും ശരിയാവുക. കാരണം കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ തന്നെ CC മുകുന്ദൻ സമ്മേളനത്തിന്റെ അവസാന ദിവസം ഇറങ്ങിപ്പോകുന്ന സ്ഥിതിയുണ്ടായി. ഗുരുതരമായ ആരോപണങ്ങൾ പല നേതാക്കൾക്കുമെതിരെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം പാർട്ടി നേതാക്കൾ നേരിട്ടെത്തി ഇടപെട്ട് അനുനയിപ്പിച്ച് നിർത്തിയെങ്കിൽ പോലും ഇത്തവണ ഒറ്റ ടേം മാത്രം പൂർത്തിയാക്കിയ CC മുകുന്ദന് സീറ്റ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക്
സംസ്ഥാന നേതൃത്വം എത്തുകയായിരുന്നു. സംസ്ഥാന നേതൃത്വം എത്തിയതിന്റെ പിന്നിൽ വലിയ ചരിത്രമുണ്ട്. ചരിത്രം എന്ന് പറയാൻ കഴിയില്ല. അതായത് നാട്ടിക മണ്ഡലം ഉൾപ്പെടുന്ന നാട്ടികയും ചേർപ്പും ഉൾപ്പെടുന്ന 2 മണ്ഡലം കമ്മിറ്റികൾ അതിശക്തമായ എതിർപ്പാണ് CC മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ഉയർന്നത്. ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു. ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ എക്സിക്യൂട്ടീവിലും പല നേതാക്കളും അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചെന്ന് മാത്രമല്ല, വേണ്ടി വന്നാൽ രാജിവെക്കുമെന്ന ഭീഷണി പോലും മുഴക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് സംസ്ഥാന നേതൃത്വം അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത്. സ്വാഭാവികമായി CC മുകുന്ദനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തന്നെയായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ CC മുകുന്ദൻ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി. പക്ഷേ അവസാന മണിക്കൂറിലേക്ക് കടന്നപ്പോൾ അതിശക്തമായ സമ്മർദ്ദം, എതിർപ്പ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസും BJPയും മുകുന്ദനെ സമീപിക്കുന്നുണ്ട്. ആരോട് അടുക്കാനാണ് സാധ്യത? സ്വാഭാവികമായി ഇന്നലെ ഉച്ചതിരിഞ്ഞു മുതൽ നമുക്ക് നേരിട്ടറിയാം. ഞാൻ പല നേതാക്കളുമായി കോൺഗ്രസിന്റെ പല സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ ജില്ലയിലെ പല നേതാക്കളുമായി നേരിട്ട് സംസാരിച്ചാണ്. അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇന്നലെ തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ CC മുകുന്ദനുമായി സംസാരിച്ചിട്ടുണ്ട്. CC മുകുന്ദനുമായി സംസാരിച്ച് രാത്രി വിളിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. സ്വാഭാവികമായും UDF സ്ഥാനാർത്ഥിയാകുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രഥമ പരിഗണന. BJP നേതാക്കൾ അദ്ദേഹത്തെ ഇന്നലെയും ഇന്നുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വെയിറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതായത് തനിക്ക് ഇത്തവണ മത്സരിച്ച് മതിയാകുമെന്ന നിലപാടിലേക്ക് CC മുകുന്ദൻ എത്തിയിരിക്കുന്നു. ഇനി സംസ്ഥാന നേതാക്കളുടെ ഇടപെടൽ എത്രമാത്രം പരിഹാരമാകുമെന്ന് കണ്ടറിയേണ്ടി വരും. പ്രധാനമായും ജില്ലയിൽ നിന്നുള്ള 4 നേതാക്കളുടെ പേരുകളാണ് നേരത്തെ പറഞ്ഞു. ഈ 4 നേതാക്കളിൽ 3 നേതാക്കളുമായിട്ടും ഒരു ടോക്കിംഗ് ടൈംസ് പോലുമല്ല സത്യത്തിൽ CC മുകുന്ദൻ. അതുകൊണ്ട് തന്നെ അത്തരമൊരു പരിഹാരം ഉണ്ടാകുമെന്ന് സാധ്യതകൾ കുറവാണ് എന്നാണ് ജേസൺ റിപ്പോർട്ട് ചെയ്യുന്നത്. നാട്ടികയിൽ എന്താണ്